ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇറാനി കബ്സ ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാക്കാം? ഞാൻ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച്. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് മാഗി ട്യൂബില്ലേ, അത് ഞാൻ ഒന്നര എടുത്തിന് ഒരു കട്ടയും പിന്നെ കുറച്ച് കഷ്ണം എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. മാഗി ട്യൂബാണ് ഇതിലേക്ക് മെയിനായിട്ട്, മാഗി ട്യൂബാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി കബ്സാൻ്റെ ഇത് മജ്മൂസ്, ഇത് മസാല ചേർത്തിനത് ഒന്നിച്ചിട്ടുണ്ടത്. കബ്സ മജ്മൂസിൻ്റെ മസാലയാണ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. മാഗി ട്യൂബിൽ ചേർക്കുന്നില്ലേ, അപ്പോൾ ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉപ്പ് ചേർന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്തിട്ടിടാം. ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വേവിച്ചിട്ട് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കോരിയിട്ടെടുക്കാം. അര വേവ് മതിയാവും ഇതിലേക്ക്. അതിന് വേവിച്ചിട്ട് ഞാൻ കുറച്ച് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ഇടാം, ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് തിളക്കാൻ വെക്കാം. നല്ല ചൂട് തിളക്കിയിട്ട് കുറച്ച് അര വേവ് വെന്തിട്ടാകുമ്പോൾ നമുക്ക് എടുക്കാം, കോരിച്ചെടുക്കാം. ഇതിലാണ് നമുക്ക് കബ്സ ഉണ്ടാക്കുന്നത്. ഈ വെള്ളത്തിലാണ് നമുക്ക് ചോറെല്ലാം റെഡിയായിട്ട് കബ്സ ഉണ്ടാക്കുന്നത്. ഇറാനി കബ്സയാണ്. ഇതിന് നമുക്ക് ഞാൻ കുറച്ച് അരവ് വെന്ത് കഴിഞ്ഞ് ഇതിന് നമുക്ക് കോരിയിട്ടെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് കോരിയിട്ട് നമുക്ക് എടുത്തിട്ട് വെക്കാം. ഇതിന് നമുക്ക് കുറച്ച് മസാല എല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഞാൻ കോരിയിട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് തണുത്ത ശേഷം ഇതിലേക്ക് കുരുമുളകെല്ലാം ചേർക്കാനുണ്ട്. ഞാൻ ഫസ്റ്റ് ടൊമാറ്റോ സോസില്ല ടൊമാറ്റോ ചില്ലീസ് അതിടാം. ടൊമാറ്റോ സോസ് കുറച്ച് ചേർത്താൽ മതി. ഇതിൽ കുരുമുളക് ഞാൻ ചിക്കൻ മസാലയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ അറേബ്യൻ മസാല കുറച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി കുറച്ച് മുളകുപൊടിയിൽ ചേർക്കാനുണ്ട്. കുറച്ച് മതി മുളകുപൊടി, 1 ടീസ്പൂൺ. വലിയെങ്കിൽ 1/2 ടീസ്പൂൺ മതി, ചെറുതെങ്കിൽ 1 ടീസ്പൂൺ മതി. കുറച്ചൊരു കളർ വരാൻ വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി. നന്നായിട്ട് നല്ല മിക്സായിട്ട് നമുക്കൊരു ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതിന് നമുക്ക് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് കളർ ഒരു ബ്രൗൺ കളർ കുറച്ച് മതി. അങ്ങനെ ഒരു കളർ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. കുറച്ച് നല്ലോണം ഫ്രൈ ആക്കണ്ട, ഒരു കളർ വന്നാൽ മതി, ബ്രൗൺ കളറ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു ഹാഫ് ഫ്രൈ. ഞാൻ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മതി വെളിച്ചെണ്ണയിലേക്ക്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഫ്രൈ ആക്കിയിട്ടിടാം. ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം ഇതൊന്ന് ചേർത്തിട്ട് എന്നിട്ട് പട്ട, ഗ്രാമ്പ് എല്ലാം ഇട്ടിട്ട് ചേർത്തിട്ട് ഇതിലേക്ക് ഫ്രൈ ആക്കി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഫ്രൈ ആക്കിയിട്ട് വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരിൻ്റെ കണക്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കബ്സാക്കിയിട്ട് എടുക്കാം. ഇതാണ് ഇറാനി കബ്സ. ഇതിൻ്റെ നമുക്ക് കബ്സാൻ്റെ ഫ്രൈ ആക്കിയിട്ട് എടുത്ത വെള്ളം ഇതിലേക്ക് ചേർക്കാം. നമുക്ക് കോരിയിട്ടെടുത്ത മുമ്പെടുത്ത വെള്ളം ഇതിൽ അരിൻ്റെ കണക്കാക്കിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിന്. ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്. ഉപ്പ് കുറച്ച് തള വരുമ്പോൾ ഇതിലേക്ക് അരി ചേർക്കാം. അപ്പോൾ അരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കാം. ഉപ്പുണ്ടാകാൻ നോക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതിന് ഉപ്പുണ്ടാകാൻ നോക്കാം. ഉപ്പ് കുറഞ്ഞെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് അരി ചേർത്ത് നന്നായിട്ട് ഇളക്കാൻ വെക്കാം. നല്ലൊരു ടേസ്റ്റിയായ കബ്സ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇറാനി കബ്സയാണ്. ഇതിലേക്ക് നമുക്ക് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സവാള ചേർക്കണ്ട, തക്കാളി ചേർക്കണ്ട, പച്ചമുളക് ചേർക്കണ്ട, ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയായ കബ്സയാണ് ഇത് ഉണ്ടാക്കിയിട്ടെടുത്തത്.
ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇറാനി കബ്സ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ലൊരു ടേസ്റ്റിയായ ഇറാനി കബ്സയാണ്. വേറൊന്നും ചേർക്കാനില്ലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചേർക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, എല്ലാം ചേർക്കാം വറുത്തിട്ടെടുത്തിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.